തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലല്ലേ വെജ് ബീഫ് ഫ്രൈ. ഞാൻ തെറ്റി എഴുതിയതല്ല കേട്ടോ. വെജ് ബീഫ് ഫ്രൈ അല്ലെങ്കിൽ നമുക്ക് വീഗൻ ബീഫ് ഫ്രൈ എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ പറയാം. ആനിമൽ പ്രോഡക്ട്സ് തീരെ യൂസ് ചെയ്യാതെയാണ് ഇന്നത്തെ ബീഫ് ഫ്രൈ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി അത്രയും സ്പെഷ്യൽ റെസിപ്പിയാണ്. ശരിക്കും നമ്മളുടെ ബീഫ് ഫ്രൈയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന, അതായത് ബീഫൊന്നും കഴിക്കാത്ത ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ അതിന് മുമ്പായിട്ട് ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ വീഡിയോ നല്ല ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കമൻസ് ഒക്കെ വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ റെക്കമെൻഡേഷൻസ് ഒക്കെ എനിക്ക് ഭയങ്കര എന്താ പറയുക, എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട് പുതിയ കണ്ടന്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ആയാലും എങ്ങനെയായാലും. അപ്പോൾ നിങ്ങൾ ഇനി ഭയങ്കരമായിട്ട് കൊതി തോന്നുന്ന രീതിയിലുള്ള റെസിപ്പീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ വീഡിയോ എടുത്ത് കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യണം. താഴെ കമൻറ്റിൽ റെക്കമെൻഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എനിക്ക് ഞാൻ ചെയ്യുന്ന രീതിയിൽ, ഞാൻ എല്ലാവരെയും കൊതിപ്പിക്കുന്ന രീതിയിൽ, നിങ്ങളെ കൊതിപ്പിച്ച പോലെ തന്നെ എല്ലാവരെയും കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ എന്തായാലും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ ബീഫിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം എന്താണെന്നുള്ളതല്ലേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമാണ് സോയ ചങ്ക്സ്. സോയ ചങ്ക്സ്നോ സോയ് ചങ്ക്സ്നോ അല്ലെങ്കിൽ സോയ്ബെറിന്നോ അങ്ങനെ എന്തൊക്കെ പറയും വാക്കുകൾ. മീൽ മേക്കർ എന്നൊക്കെ പറയും ചിലർ. അപ്പോൾ ആ സംഭവം യൂസ് ചെയ്ത്, അതായത് ഒരു നമുക്ക് ഇങ്ങനെ ഉണക്കായിട്ടാണ് അത് കിട്ടുക. ആ സാധനം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ബീഫിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യണം. ഞാനിവിടെ യൂസ് ചെയ്യണത് ഒരു 2 കപ്പാണ് സോയ ചങ്ക്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ കുതിർത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് ഈ 2 കപ്പ് സോയ ചങ്ക്സ് ഇട്ടതിന് ശേഷം ഒരു ചെറു ചൂടുള്ള വെള്ളം അതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് അതിനെ സോക്ക് ചെയ്ത് വെക്കാം. ഈ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതിന്ന് നല്ലപോലെ പിഴിഞ്ഞ് പുറത്തേക്ക് എടുക്കണം കേട്ടോ. ഈ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അത് പിഴിഞ്ഞ് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ പിഴിഞ്ഞ് പുറത്തേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഈ വെള്ളം നമുക്ക് കളയാം. അത് കഴിഞ്ഞിട്ട് പിന്നെയും ആ പാത്രത്തിലേക്ക് തന്നെ ഇതിനെ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്തിട്ട് പിന്നെയും കുറച്ച് ചൂടുള്ള വെള്ളം അതിന് മുകളിൽ കൂടെ, തിളച്ച വെള്ളം വേണമെന്നില്ല, ചൂടുള്ള വെള്ളം അതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ രണ്ടാമത് സോക്ക് ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ചൊവയുണ്ട്, ഒരു എന്താ പറയുക, ഒരു പ്രത്യേക തരം ഒരു സ്വാദുണ്ട് അതിൻ്റെ. അപ്പോൾ അത് മൊത്തമായിട്ട് ഇന്ന് പോയി കിട്ടുകയും ചെയ്യും, നല്ലപോലെ അത് സോഫ്റ്റ് ആവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇത്രയും സോക്ക് ചെയ്യണത്. പിന്നെയും ഒരു 10 മിനിറ്റ് വെക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ കഷ്ണത്തിന് നല്ലപോലെ പിഴിഞ്ഞ്, ആ വെള്ളം ശരിക്കൊരു സ്പോഞ്ച് പോലെ അത് മൊത്തം വലിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ വെള്ളം മൊത്തം പിഴിഞ്ഞ് കളഞ്ഞാൽ, അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ നല്ലപോലെ പിഴിഞ്ഞ് ഇതിനെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതിനകത്ത് നമ്മൾ ഇടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ബേസിക് ഇൻഗ്രീഡിയൻസ്, നമ്മൾ സാധാരണ ഒരു മസാലക്കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വേഗം കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഹെവി ബോട്ടം പാൻ ആയിട്ടുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം, ഞാനിവിടെ ഗ്രാനൈറ്റിൻ്റെ പാനാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഈ പാത്രം നമുക്ക് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കണത്. വെളിച്ചെണ്ണ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇത്തിരി അങ്ങ് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു വലിയ സവാളയും സബോളയും കൂടി ഒരുമിച്ച് വന്നപ്പോൾ സവാള എന്നായി പോയി. അപ്പോൾ ഒരു വലിയ സവാള നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവോള ഒന്ന് നല്ലപോലെ മുരിയാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് കറിവേപ്പില, ഒരു പിടി കറിവേപ്പില, ഒരു 10-15 ഇല വരുന്ന രീതിയിലുള്ള കറിവേപ്പില മതി. ഇതിലേക്ക് 6 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും നമുക്ക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു തക്കാളി, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ തക്കാളി വാടണം കേട്ടോ. നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ഉള്ളൂ. പക്ഷേ ഇത് ഒന്ന് വാടി നല്ലപോലെ ഒന്ന് മൊരിഞ്ഞാലാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ല രസം ഉണ്ടാവുക. നന്നായി തക്കാളിയൊക്കെ ഒന്ന് വാടി തക്കാളിയുടെ ഷേപ്പൊക്കെ മാറില്ലേ, ആ സമയത്ത് നമുക്ക് ഇതിനുള്ളിലേക്ക് മഞ്ഞൾ, 1 ടീസ്പൂൺ മഞ്ഞളാണ് ഞാനിവിടെ ഇടുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം കൂടി പറയട്ടെ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കണം. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. 20 സെക്കൻഡ് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ്, ചുമന്ന മുളക് പൊടി. ഞാനിവിടെ എല്ലാം ടീസ്പൂൺ കണക്കാണ് പറയണത്. ഈ പ്രാവശ്യം നമ്മൾ എരിവ് അധികം ഇടുന്നില്ല. നല്ലപോലെ ഇളക്കി അതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ സോയ ചങ്ക്സ്, നമ്മൾ വെള്ളമൊക്കെ നല്ലോണം പിഴിഞ്ഞ് കളഞ്ഞ് വെച്ചാൽ വലിയ കഷ്ണങ്ങൾ വലുതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെറുതെ കൈകൊണ്ട് വെറുതെ ഒന്ന് പൊളിച്ച് വെച്ചോ. എന്നിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം.
നല്ലപോലെ ഇളക്കാം. ഇനി ഇവിടെ നിന്ന് നമ്മൾ ബീഫ് അന്ന് ഫ്രൈ ചെയ്തില്ല, അതേപോലെ തന്നെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഒന്ന് ഇളക്കി നമ്മളെല്ലാം മസാലയൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ഇത്തിരി കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചില സമയത്ത് സോയ ചങ്ക്സിൻ്റെ ഉള്ളിൽ ഉപ്പ് ഉണ്ടാവാറുണ്ട്. പൊതുവേ എനിക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ എനിക്ക് ഉപ്പ് ഉണ്ടാവാറില്ല, നാട്ടിൽ വാങ്ങിക്കുമ്പോൾ ഉപ്പ് ഉണ്ടാവാറുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഇളക്കി മസാലയൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നമുക്ക് ഇതിനുള്ളിലേക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി നമുക്കിത് മുരിച്ചെടുക്കാം. അപ്പോൾ എണ്ണ ഭയങ്കരമായിട്ട് കുറവുണ്ടെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിക്കണം നിർബന്ധമില്ല. ഞാൻ പറഞ്ഞ പോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം നമുക്ക് ഇങ്ങനെ തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്, എന്താ വെച്ചാൽ തീരെ ഡ്രൈ ആയിപ്പോയി. നല്ലപോലെ മുരിച്ച് കളറൊക്കെ മാറുമ്പോൾ ചെറുതായിട്ട് സോയ ചങ്ക്സിനൊക്കെ കളർ മാറി തുടങ്ങും. അപ്പോൾ നമ്മളുടെ ബീഫ് ഫ്രൈ പോലെ തന്നെ ഇതും അതുപോലെ നല്ല ഫ്രൈ ആയിട്ട് വരും. ഇതാണ് നമ്മളുടെ സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള വെജിറ്റബിൾ ബീഫ് ഫ്രൈ. അപ്പോൾ ഇനി അടുത്ത കലാപരിപാടി ഞാൻ എപ്പോഴും പറയണ പോലെ നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കണം എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇത് ടേസ്റ്റ് നോക്കിയിട്ട് ഇത് എത്ര ബീഫ് ഫ്രൈ പോലെ ഉണ്ടെന്ന് നോക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. അടിപൊളിയായിട്ടുണ്ടോ? എക്സാക്ട്ലി ബീഫിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ട്. പറയുമ്പോൾ പറ്റിക്കാൻ പറയാമെന്ന് വിചാരിക്കരുത്, ശരിക്കും ബീഫ് ഫ്രൈയുടെ ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. എൻ്റെ കെട്ടിയും പറയാറ് ഈ സാധനം എന്താണെന്ന് പറഞ്ഞില്ലെങ്കിൽ ബീഫ് ഫ്രൈ ആണെന്ന് തോന്നുന്നു പറയായിരുന്നു. പക്ഷേ ഞാൻ സത്യം പറയാലോ, ടെക്സ്ചർ ബീഫിൻ്റെ ടെക്സ്ചർ അല്ല. എന്താ വെച്ചാൽ ബീഫ് നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ഇറച്ചിയുടെ ടെക്സ്ചർ അല്ല ഇത്. ഇറച്ചിയല്ല എന്നുള്ളത് മനസ്സിലാവും, പക്ഷേ ശരിക്കും ബീഫ് ഫ്രൈൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നോക്ക്, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടവും. സാധാരണ എല്ലാവരും പറയും സോയ ചങ്ക്സ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, മസാല അതൊന്നും ശരിക്കും പിടിക്കില്ല, അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ റെഡി ആയിട്ട് വരുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മമ്മി ആയാലും പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ ട്രൈ ചെയ്തിട്ടാണ് ഇത്രയും ഇതായത്. അപ്പോൾ മമ്മിയുടെ അടുത്ത് ഞാൻ ട്രൈ ചെയ്യാൻ പറയുകയാണ്. പിന്നെയും ഞാൻ പറയണം മമ്മി വേഗം പോയി ഉണ്ടാക്കി തിന്ന് നോക്കിട്ടാ, മമ്മിക്ക് ഇത് ഇഷ്ടം ഉറപ്പാണ്. പിന്നെ ഞാൻ അനിയത്തിക്ക് ബീഫ് കഴിക്കുമ്പോൾ ചെറിയ അലർജി വരുന്നുണ്ട് ഈയിടെ ആയിട്ട്. അപ്പോൾ മമ്മി അവൾക്ക് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അവളത് മണ്ണ് അടിച്ചോട്ടെ. ഇനി ഇതിനുള്ളിൽ നമുക്ക് നമ്മുടെ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയ പോലെ തേങ്ങാക്കൊത്തൊക്കെ ഇടാം കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു റെസിപ്പി ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യാം. നമ്മൾ അന്ന് ബീഫ് ഫ്രൈ ഉണ്ടാക്കില്ലേ, കള്ളി ഷാപ്പ് ബീഫ് ഫ്രൈ ഉണ്ടാക്കിയ പോലെ തന്നെ ഈ ബീഫ് ഫ്രൈ ഈ സോയ ചങ്ക്സ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളും ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണോ അല്ലെങ്കിൽ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമന്റ് ബോക്സിൽ താഴെ പറയണേ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പിന്നെയും സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരുടെയും പോലെ ചെയ്യുന്ന പോലെ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി ആയിട്ട് പറഞ്ഞുതരാം. ടാറ്റാ.